ഇന്ദിരാഗാന്ധി സർക്കാരാണ് FCRA നിയമം ആദ്യം കൊണ്ടുവന്നത് എന്ന് ഇളമരം കരീം. FCRA ബിൽ പാസ്സാക്കുന്നതോടെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. FCRA വിഷയത്തിൽ കേരളത്തിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി നിലപാട് പറഞ്ഞില്ല. ബിൽ ചർച്ചയായപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല എന്നും ഇളമരം കരീം പ്രതികരിച്ചു. ന്യൂനപക്ഷങ്ങളുടെ ഏതൊരു സ്വത്തും ആരാധനാലയങ്ങളാണെങ്കിൽ കൂടി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടാവും. ഏറ്റെടുക്കുന്നവ എന്നേക്കുമായി സർക്കാരിൽ നിക്ഷിപ്തമാവും എന്നാണ് ഈ നിയമത്തിൽ പറയുക. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഈ പ്രശ്നം സംസാരിക്കുമ്പോൾ കത്തി നിൽക്കുന്ന ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്? മതനിരപേക്ഷ പാർട്ടികളെ യോജിപ്പിച്ച് നിർത്തി പാർലമെൻറ്റിൽ പോരാടേണ്ട സന്ദർഭമാണിത്. ദേശീയ പാർട്ടികളുടെ എല്ലാം യോഗം ഗവൺമെൻറ് വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവില്ല, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവില്ല. വളരെ നിരുത്തരവാദപരമായ നിലയിലാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നിലപാട് സ്വീകരിക്കുന്നത്.